പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പിന്മാറ്റത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ ഇനി ശുശ്രൂഷ വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണോ? ഇനി ദൈവമില്ല എന്നൊരു തെറ്റായ നിഗമനത്തിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന പൂർണ്ണബോധ്യം എനിക്കുണ്ടെന്ന് പൗലോസ് പറഞ്ഞതുപോലെ, ഈ സമയങ്ങളിൽ യേശുവിൻ്റെ ആ ഒരു പിന്നാലെ ഇറങ്ങുവാനായിട്ട് തീരുമാനിച്ച നിങ്ങളുടെ ആ തീരുമാനത്തെ മാറ്റിയത് ഏത് വിഷയമായിരുന്നാലും അതിനെ മാറ്റി വീണ്ടും അതേ ശുശ്രൂഷയിൽ നിങ്ങൾ നിർത്തുവാൻ കഴിവുറ്റവനാകുന്നു ദൈവം. നമുക്കറിയാം, പത്രോസ് അപ്പോസ്തലൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുമ്പിൽ ഭയപ്പെടുകയും അതുപോലെ തന്നെ ദൈവവേലയിൽ നിന്ന് പിന്നോട്ട് വാങ്ങുകയും ചെയ്ത അനുഭവങ്ങൾ. അതിനുശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റു, പത്രോസ് അപ്പോസ്തലൻ്റെ അടുക്കിലേക്ക് വന്നു. പത്രോസ് അപ്പോസ്തലൻ യേശു ജീവിക്കുന്നവനായിട്ട് സാക്ഷി നൽകുകയും ചെയ്തിട്ട് പോലും പത്രോസ് വീണ്ടും പഴയ ആ മീൻപിടുത്തത്തിലേക്ക് പോയ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പത്രോസ്, നീ പാറയാകും, നിന്റെ മേൽ ഞാൻ എൻ്റെ സഭ പണിയും. പറഞ്ഞ വാക്ക് നിറവേറ്റേണ്ടത് കർത്താവിൻ്റെ ആവശ്യമാകിയാൽ വീണ്ടും പിന്നോട്ട് പോയ അതേ പത്രോസിനെ അതേ മുൻനിരയിലേക്ക് കൊണ്ടുവന്നതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്തും അതേ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നിങ്ങൾ എവിടേക്കാണോ പിന്നോട്ട് പോയത് അവിടെ നിന്ന് വീണ്ടും പത്രോസിനെ വിളിച്ച് മുൻനിരയിൽ എത്തിച്ചതുപോലെ നിങ്ങളെയും എത്തിക്കുക തന്നെ ചെയ്യും. ഞാനിത് പറയുന്നത്, നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ലോക സ്ഥാപനത്തിന് മുന്നമേ നിങ്ങളെ യേശുവിൽ മുൻനിർണയിക്ക പ്രകാരം കണ്ടവൻ ആ കണ്ട കാഴ്ചയെ നിങ്ങളിൽ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഭയപ്പെട്ട് പിന്നോട്ട് പോകുന്നവരാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഇനി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വീണ്ടും നിങ്ങൾ ജ്വലിക്കുക തന്നെ ചെയ്യും. വീണ്ടും ഒരു അഭിഷേകത്തിൽ കയറുക തന്നെ ചെയ്യും. വീണ്ടും ദൈവം നിങ്ങളെ ആ പഴയ ശുശ്രൂഷയ്ക്ക് മുകളിൽ ഒരു അസാധാരണ ശുശ്രൂഷയിൽ നിർത്തുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.